ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1ാം ഭാഗം ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ്. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ ആ വീഡിയോ കൂടെ കണ്ടിട്ട് ഈ ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളത് പാഠപുസ്തകത്തിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ആകാശത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. കയ്യെത്തും ദൂരത്ത് ആകാശം, അതായത് ബഹിരാകാശവും ജ്യോതിശാസ്ത്രപരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ പാഠപുസ്തകത്തിലെ 1ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബഹിരാകാശം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടുന്ന രീതിയിലൊരു ഭാഗമുണ്ട്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു 100 കിലോമീറ്റർ വരെയുള്ള ഭാഗത്താണ് നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വാതക ഘടന കാണാൻ പറ്റുക. കൃത്യമായിട്ട് വാതകങ്ങളൊക്കെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ കൂടുതലായി കാണപ്പെടാൻ പറ്റുക 100 കിലോമീറ്റർ വരെയുള്ള ഭാഗത്താണ്. ഓക്കെ, അവിടെ വരെയാണ് ഭൂമിയുടെ അന്തരീക്ഷം നമുക്ക് പറയാൻ പറ്റും. അതിന് മുകളിലേക്കാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഓർത്തു വെക്കേണ്ട കാര്യം, ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയുടെ പേരാണ് കാർമൻ രേഖ. പരിചയപ്പെട്ടല്ലോ. കാർമൻ രേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്തരീക്ഷം എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, സൗരയൂഥത്തെക്കുറിച്ച്. ഓക്കെ, എന്താ ഈ സൗരയൂഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനെ ചുറ്റുന്ന കുറേ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല സൂര്യനെ ചുറ്റുന്നത് മറ്റ് ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനെ ചുറ്റുന്നുണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന കാര്യം ആലോചിച്ച് വെച്ചോളാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പറയുന്ന മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് പരിക്രമണ പഥം. പരിക്രമണ പഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം, സൂര്യനെ ചുറ്റിക്കൊണ്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാമല്ലോ. അപ്പം മനസ്സിലാക്കി വെക്കുക, ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ തന്നെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ആ സൂര്യനെ ചുറ്റുന്ന ആ പാതയെ, ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയെ നമുക്ക് എന്ത് വിളിക്കാം, പരിക്രമണ പഥം എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഈ പിക്ചറിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് കാണാം 8 ഗ്രഹങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായിട്ട് സൂര്യനുണ്ട്. അതിനുശേഷം വരുന്ന 8 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, നമ്മുടെ ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രഹങ്ങൾ എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ എന്ന് കിട്ടിയല്ലോ. ആദ്യം തന്നെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതിനുശേഷം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ പേരുകൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ട് പോവുക. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗ്രഹങ്ങൾ ഏതൊക്കെ, എന്താണ് പരിക്രമണ പഥം, അതേപോലെ തന്നെ എന്താണ് സൗരയൂഥം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഞാൻ വിവരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മളെ സൗരയൂഥത്തിലെ കേന്ദ്രം, അതാണ് സൂര്യൻ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണ് ഏത്? സൂര്യൻ. നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലുപ്പം ആർക്കുണ്ട്? സൂര്യനുണ്ട്. അങ്ങനെ ഒരു കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. കാര്യം ഇങ്ങനെയാണ്, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് സൂര്യനുള്ളത്. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള മറ്റൊരു നക്ഷത്രമുണ്ട്. അതിൻ്റെ പേരാണ് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത്. ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് സൂര്യൻ കഴിഞ്ഞാൽ അടുത്തൊരു നക്ഷത്രമാണ്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കുക, 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഈ ആൽഫ സെഞ്ചുറി എക്കുണ്ട്.
ഓക്കെ, അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഈ ആൽഫ സെഞ്ചുറിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 40 ലക്ഷം കോടി കിലോമീറ്റർ ആണ്. ഓക്കെ, സൂര്യനിലേക്കുള്ള അകലം എത്രയാ? 15 കോടിയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് 40 ലക്ഷം കോടി ആൽഫ സെഞ്ചുറിയിലേക്കുണ്ട്. ഓക്കെ, അടുത്ത കാര്യം നോക്കി, നമ്മുടെ ഭൂമിയെ കാണാം, അതേപോലെ തന്നെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനെയും കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. അത്രത്തോളം വലിപ്പം ഭൂമിക്കുണ്ട്. ചന്ദ്രൻ്റെ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വലിപ്പം ഭൂമിക്കുണ്ട്. അടുത്ത കാര്യം, ചന്ദ്രൻ്റെ അകലം, ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ അകലം ചോദിച്ചു കഴിഞ്ഞാൽ 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ഓക്കെ, 3 അകലങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ അകലെ, അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ആൽഫ സെഞ്ചുറിയിലേക്കുള്ള അകലം 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ, അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ഇത്തരം കാര്യങ്ങളാണ് ആ 3 ആകാശഗോളങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് അതിന് എത്രത്തോളം വലുപ്പമുണ്ട് എന്ന കാര്യമൊക്കെയാണ് ഞാനിവിടെ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് പാഠപുസ്തകത്ത് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് നക്ഷത്രഗണങ്ങൾ. നക്ഷത്രഗണങ്ങൾ സിംപ്ലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ ഓരോ ഷേപ്പുകൾ കിട്ടും. ഓക്കെ, ആ വിഭാഗത്തിൽ 2 നക്ഷത്ര ഗണങ്ങളുടെ കാര്യം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. അതിലൊന്നാണ് വേട്ടക്കാരൻ, അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയാം. ഓക്കെ, വേട്ടക്കാരൻ്റെ മറ്റൊരു പേരാണത് ഓറിയോൺ. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇത് കാണുന്നത് ഡിസംബർ മാസത്തിലാണ്. ഓക്കെ, സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ അല്ലെങ്കിൽ വേട്ടക്കാരൻ. ഓക്കെ, ശരിക്കും ഈ ഓറിയോൺ എന്നുള്ള പേര് വരുന്നതിലെ കാര്യം നോക്കാം. നമുക്ക് ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് കാണാം ഒരു വേട്ടക്കാരൻ്റെ പിക്ചർ കാണാം. ഓക്കെ, അതേപോലെ തന്നെ അവിടെ നമുക്കൊരു അമ്പും വില്ലും കൊടുത്തുകൊണ്ടുള്ള ഒരു പിക്ചറാണ് അവിടെ കാണുന്നത് അല്ലെ. അമ്പും വില്ലും ഒരു വേട്ടക്കാരനെ കാണാവുന്ന രീതിയിലാണ് ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ രീതിയിൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാൻ നമുക്ക് പറ്റും. ഗ്രീക്കുകാരെന്ത് ചെയ്യുന്നു, അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായുള്ള ഓറിയോണിൻ്റെ പേരെന്ത് ചെയ്യുന്നു, ഇവിടെ ഈ നക്ഷത്രഗണത്തിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഓറിയോൺ എന്നുള്ള പേര് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നക്ഷത്രഗണത്തിൻ്റെ പേരാണ് സപ്തർഷികൾ. ഓക്കെ, സപ്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 7 ആണ് അല്ലേ. സംസ്കൃതത്തിൽ സപ്തം എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 7 നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഇത് സപ്തർഷികൾ. ഓക്കെ, എന്തുകൊണ്ടാണ് പേര് വന്നതെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം മനസ്സിലാക്കി വെക്കുക, ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞ വേട്ടക്കാരനെ എപ്പോൾ കാണാൻ പറ്റുന്നത്? ഡിസംബർ മാസത്തിലാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? കിഴക്കൻ ചക്രവാളത്തിലാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, സപ്തർഷികളാണെങ്കിൽ വടക്കൻ ചക്രവാളത്തിലാണ്, അതേപോലെ തന്നെ ഏപ്രിൽ മാസത്തിലാണ് കാണാൻ പറ്റുക. നെക്സ്റ്റ് അടുത്തായിട്ട് 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിലാണ് ഈ നക്ഷത്രക്കൂട്ടത്തിന് ഇന്ത്യയിൽ എന്ത് പേര് കൊടുത്തത്? സപ്തർഷികൾ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തവിയുടെ പിക്ചർ മനസ്സിലേക്ക് വരുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ നക്ഷത്ര ഗണത്തിനെ ബിഗ് ഡിപ്പർ എന്നും വിളിക്കുന്നുണ്ട്. എന്താണ് വിളിക്കുന്നത്? ബിഗ് ഡിപ്പർ. ഓർത്ത് വെച്ചോളനെ, ബിഗ് ഡിപ്പർ എന്നും എന്തിനെ വിളിക്കുന്നുണ്ട്? യൂറോപ്യൻ രാജ്യങ്ങളിൽ സപ്തർഷികളെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഇത് മറ്റൊരു നക്ഷത്ര ഗണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. മറ്റൊരു നക്ഷത്രഗണം എന്ന് പറയുന്നത് അർസ മേജർ എന്ന് പറയുന്ന ഒരു നക്ഷത്രഗണമുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തൊക്കെ പോയിന്റ് ഇതിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ടത്? ആദ്യം എവിടെ കാണപ്പെടുന്നു? ഏത് ചക്രവാളത്തിൽ? വടക്കൻ ചക്രവാളത്തിൽ. ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസത്തിൽ. അതിന് സപ്തർഷികൾ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. അതേപോലെ തന്നെ ബിഗ് ഡിപ്പർ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അർസ മേജറിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പക്ഷേ അടുത്ത ഭാഗം ഒരു കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു ഭാഗം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ കുറച്ച് ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യന്ത്ര സംവിധാനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്ര യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്ര യന്ത്ര സാമഗ്രികളെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക്
കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് വിളിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഓർത്ത് വെക്കുക. GPS ഫുൾ ഫോം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കുക, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS ഫുൾ ഫോം എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ പൂർണ്ണരൂപം. ഓക്കെ, ഓർത്ത് വെക്കേണ്ടത് ഈ GPS ഏതിൻ്റെ സാങ്കേതിക വിദ്യയാണ്? GPS എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ആ GPS ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നുവെച്ചാൽ അടുത്തായിട്ട് കൃത്രിമോപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പല രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഗുണം കിട്ടുന്നുണ്ട്. മെയിനായിട്ടും ഞാനിവിടെ GPS എന്ന് പറഞ്ഞല്ലോ, അതേപോലത്തുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, GPS നമുക്ക് എന്താ പറയാം, ഗതി നിർണയം എന്ന രീതിയിൽ പറയാം അല്ലെ. ഗതി നിർണയം നടത്തുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ കൃത്രിമോപഗ്രഹത്തിൻ്റെ സഹായത്തോടെയാണ്. അതേപോലെ തന്നെ വിദൂര സംവേദനം. ഓക്കെ, വിദൂര സംവേദനം എന്നുള്ള ടോപ്പിക് തന്നെ നമുക്ക് അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് പരിചയപ്പെടാനുള്ളതാണ്. അവിടെ നിൽക്കട്ടെ, ജസ്റ്റ് അതിൻ്റെ ഉപയോഗമായിട്ട് GPS അല്ലെങ്കിൽ വിദൂര സംവേദനം, ഗതി നിർണയം ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തായിട്ട് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ കൃത്രിമോപഗ്രഹം വഴിയാണ്. അതേപോലെ തന്നെ ശാസ്ത്ര പരിവേഷണങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാടാ? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പരിവേഷണങ്ങൾ, ജലവിഭവ സ്രോതസ്സുകൾ അല്ലെങ്കിൽ മറ്റുള്ള വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ഇന്ത്യ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്രിമോപഗ്രഹങ്ങളെ വിട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. അതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെ എന്ന രീതിയിൽ ഒരു പക്ഷേ ചേരുമ്പടി ചേർക്കേണ്ടതോ പ്രസ്താവന രീതിയിലോ ചോദ്യങ്ങളാക്കി ചോദിക്കാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം തന്നെ ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു വാർത്താവിനിമയ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എജുസാറ്റ്, പേര് തന്നെ ഉണ്ട് അല്ലെ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ആ എജുസാറ്റ് എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കിട്ടും, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അടുത്തായിട്ട് GPS പോലെയുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയാണ്, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യയാണ് IRNSS അല്ലെ. അപ്പൊ ഗതി നിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ളതാണ് ഏത്? IRNSS ശ്രേണികൾ അല്ലെ. അതിൻ്റെ അകത്തുള്ള ഉപഗ്രഹങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3 കിട്ടിയോ? ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം. ഓക്കെ, അടുത്ത കാർട്ടോസാറ്റ്, കാർട്ടോഗ്രഫി എന്നൊക്കെ പറയുന്നത് ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ മനസ്സിലാക്കി വെച്ചോളൂ, ഭൗമ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 അതേപോലെ തന്നെ എമിസാറ്റ്. ഓക്കെ, ആ സീരീസിലൊക്കെ ഉള്ളത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്രിമോപഗ്രഹമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ കിട്ടിയല്ലോ. ഓക്കെ, ഈ 6 ഉപഗ്രഹങ്ങൾ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആലോചിച്ച് വെക്കുക. ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT 7 എമിസാറ്റ് ഇത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം കാര്യങ്ങൾ കിട്ടിയല്ലോ. അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, IRNSS ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് ഇവിടെ പഠിക്കാം. നോക്കാം. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു സംവിധാനമാണ് IRNSS. ഓക്കെ, എന്തിന് പകരമായിട്ടാ? നമുക്ക് GPS സാങ്കേതിക വിദ്യയായിരുന്നു ലോകത്ത് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗതി നിർണയ സംവിധാനം. ഓക്കെ, ആ GPS-ന് സമാനമായിട്ട് ഇന്ത്യ ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിച്ചു തുടങ്ങിയ ആ ഗതി നിർണയ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? IRNSS. ഓക്കെ, ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഫുൾ ഫോം. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിനെ നാവിക് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. IRNSS തന്നെയാണ് എന്ത് പറയുന്നത്? നാവിക് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളാം, നാവിക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ
കോൺസ്റ്റലേഷൻ. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യ ഉൾപ്പെടുന്ന, ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടുന്ന, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആ ഭൂപ്രദേശത്തിന്റെ ഒക്കെ ഗതി നിർണയ സംവിധാനമാണ് ഏത്? IRNSS. വളരെ ചുരുങ്ങിയൊരു നിരീക്ഷണ പരിധിയേ ഉള്ളൂ. GPS-ന്റെ അത്രയൊന്നും നിരീക്ഷണ പരിധി ഈ IRNSS-ന് ഇല്ല. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ IRNSS-നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അത് ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹമാണ്, ഇന്ത്യ വികസിപ്പിച്ചതാണ്. ഓക്കെ, പേരെന്താ? IRNS. എന്തുകൊണ്ട് വിളിക്കാം? നാവിക് വിളിക്കാം. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നാവിക്കിന്റെ ആയാലും IRNSS-ന്റെ ആയാലും ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്തിനു പകരമായിട്ടാണ് ഇന്ത്യ കൊണ്ടുവന്നത്? GPS-ന് സമാനമായിട്ട്. ഓക്കെ, GPS-ന്റെ ഫുൾ ഫോം കിട്ടിയല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ആ GPS എന്ന് പറയുന്നത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കുള്ള നമുക്ക് മറ്റുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഇസ്രോ. സാധാരണയായിട്ട് നമ്മൾ ISRO എന്നൊക്കെ പറയും അല്ലേ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ്രോ നോക്കിയാണ്. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ഇസ്രോ. ഓക്കെ, അപ്പം ബഹിരാകാശ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നൊക്കെ ആരാ? ഇസ്രോ ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ്. ഓക്കെ, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. ഒന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അടുത്തായിട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണല്ലേ, തുമ്പ. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കി വെക്കണം, അത് എപ്പോഴാണ് സ്ഥാപിതമായത്? 1963 നവംബർ 21-നാണ് ഏത് സ്ഥാപിതമാകുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ഓർത്ത് വെച്ചോളണേ, തുമ്പ സ്ഥാപിതമാകുന്നത് 1963 നവംബർ 1. ഓക്കെ, എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലാണല്ലേ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഓക്കെ, ഓർത്ത് വെച്ചോളണം, ആന്ധ്രാപ്രദേശിലാണ്, ശ്രീഹരിക്കോട്ടയിലാണ്. 2 വിക്ഷേപണ തറകള് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് 1971 ഒക്ടോബറിലാണ്. അപ്പൊ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ച് ആ കാര്യം മനസ്സിലാക്കി വെച്ചുള്ള ആ വർഷം, അതേപോലെ തന്നെ സ്ഥലം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയില്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സതീഷ് ധവാനെ കുറിച്ചെല്ലാം പഠിക്കാനുണ്ട്, പരിചയപ്പെടാം. അവിടെ നിൽക്കട്ടെ എന്തായാലും. ഓക്കെ, ഈ രീതിയിൽ 2 റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, ഈ 2 വ്യക്തികളെ കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, വിക്രം സാരാഭായിയെ കുറിച്ച് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞോളണം, വിക്രം സാരാഭായ്. ഓക്കെ, അപ്പം വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പേര് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായിട്ടാണ്, അല്ലെങ്കിൽ ബഹുമാനാർത്ഥമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചാന്ദ്ര ദൗത്യങ്ങൾ നടത്തിയപ്പോൾ ആ ചന്ദ്രയാന്റെ ലാൻഡറിനെ നമ്മൾ വിക്രം എന്നുള്ള പേര് നൽകിയതും ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആ 2 പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് എന്ത് പേരുണ്ട്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേരുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നുള്ള പേര് നൽകിയിട്ടുണ്ട്. ചന്ദ്രയാനെ കുറിച്ചൊക്കെ അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുണ്ട്, ഈ ചാപ്റ്റർ തന്നെ പരിചയപ്പെടാനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് അടുത്തായിട്ട് സതീഷ് ധവാൻ. ഓക്കെ, ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്ന സതീഷ് ധവാൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ഓക്കെ, ആ രീതിയിൽ ആ 2 വ്യക്തികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ചാന്ദ്ര ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ ചാന്ദ്ര ദൗത്യം നമ്മൾ ആദ്യമായിട്ട് നടത്തിയത് 1969-ലാണ്, അതായത് ചാന്ദ്രയാത്ര. ഓക്കെ, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത് 1969 ജൂലൈ 21. ഓർത്ത് വെച്ചോളണേ, 1969 ജൂലൈ 21. ഓർത്ത് വെക്കുക, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ഏത്?
ചന്ദ്രൻ. ഓക്കെ, അവിടെ മനുഷ്യൻ ആദ്യമായിട്ട് എത്തിയപ്പോ 1969 ജൂലൈ 21. ഓക്കെ, 1960 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായ ഗവേഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തിച്ചേർന്നിട്ട് അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നാസയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതേപോലെ തന്നെ ഇതിനുപയോഗിച്ച വാഹനമാണ് അപ്പോളോ 11. ഓക്കെ, ആ നാസയുടെ അപ്പോളോ 11 എന്നുള്ള വാഹനത്തിൽ 3 പേരാ സഞ്ചരിച്ചിട്ട് അവിടെ എത്തിച്ചേർന്നത്. ഓക്കെ, ഒന്നാമത്തത് നീൽ ആംസ്ട്രോങ്, അടുത്തായിട്ട് എഡ്വിൻ ആൻഡ്രിൻ, അടുത്തായിട്ട് മൈക്കൽ കോളിൻസ്. ഈ 3 വ്യക്തികളാണ് ചാന്ദ്രദൗത്യത്തിലെ അംഗങ്ങൾ. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത പോയിന്റ്, മൈക്കൽ കോളിൻസ് ഈ അപ്പോളോ 11 എന്നുള്ള വാഹനത്തിന്റെ ആ പേടകം നിയന്ത്രിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റു 2 പേരാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിനാണ് ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തികൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, അത് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. ഓക്കെ, ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. എന്തുകൊണ്ടാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. 1957 ഒക്ടോബർ 4-നാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഓക്കെ, ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പുട്നിക് 1 ആണ്. സോവിയറ്റ് യൂണിയൻ USSR ആണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് ലോകത്ത് ആദ്യമായിട്ട് കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഏതാ ഡേറ്റ്? 1957 ഒക്ടോബർ 4. ഓക്കെ, പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1967 ഒക്ടോബർ 10 നിലവിൽ എന്ത് വന്നിട്ടുണ്ട്, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ആ 2 ഡേറ്റ് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, അന്താരാഷ്ട്ര തലത്തില് ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. കാര്യം ഇതാണ്, 1957 ഒക്ടോബർ 4 എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ കൃത്രിമോപഗ്രഹമായുള്ള സ്പുട്നിക് 1 വിക്ഷേപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ, 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 3-4 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം ആ ഡേറ്റുകൾ 57 ഒക്ടോബർ 4, അടുത്തായിട്ട് 67 ഒക്ടോബർ 10, അതേപോലെ തന്നെ സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം, അതേപോലെ തന്നെ ബഹിരാകാശ വാരം. ഓക്കെ, അങ്ങനെ ഒരു 4 പോയിന്റുകളാണ് ഈ ഭാഗത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഈ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണെന്നും കൂടെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെടുകയാണ്. 3 ചാന്ദ്ര ദൗത്യങ്ങളാണുള്ളത്, ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. ഓക്കെ, ഓർത്ത് വെക്കേണ്ട പോയിന്റ്, എപ്പോഴാണ് ഓരോന്നും വിക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ പേടകം ഏതാ? ചന്ദ്രയാൻ 1. പേരിന്റെ അകത്ത് തന്നെയുണ്ട് അല്ലെ. ചന്ദ്രയാൻ 1 ആണ് ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ പേടകം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് അത് വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ 22-നാണ്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപിക്കുന്നത്. ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്, 2008 ഒക്ടോബർ 22. ഓർക്കണേ. രണ്ടാമത്തത് ചന്ദ്രയാൻ 2-ന്റെ കാര്യം 2019 ജൂലൈ 22. ആദ്യത്തേതാ 2008 ഒക്ടോബർ 22, രണ്ടാമത്തേതാ 2019 ജൂലൈ 22. മൂന്നാമത്തത് 2023 ജൂലൈ 14 വിക്ഷേപിക്കുന്നത്. അത് എത്തിച്ചേരുന്നത് 2023 ആഗസ്റ്റ് 23-നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡേറ്റുകൾ നിർബന്ധമായിട്ട് ആലോചിച്ച് വെച്ചോളുക. ഓക്കെ, അപ്പോൾ 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നു. നമ്മൾ ചെയ്ത കാര്യം ഇതാണ്, ചന്ദ്രന്റെ പരിക്രമണ തലത്തിലൂടെ അല്ലെങ്കിൽ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുകയാണ് ആര് ചെയ്തത്? ചന്ദ്രയാൻ 1 ചെയ്തത്. ഓക്കെ, ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 വിക്ഷേപിക്കുന്നു. അതേപോലെ തന്നെ ചന്ദ്രൻ ഇറങ്ങിയിട്ട് പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് അതിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിക്കുന്നു. 2023 ആഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ എത്തുന്നു. അതിന്റെ ലാൻഡർ ഇറങ്ങുന്ന ഡേറ്റ് ആണ് 2023 ആഗസ്റ്റ് 23. അതിൽ നിന്നുള്ള റോവർ എന്ത് ചെയ്യുന്നു? ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ഈ രീതിയിലാണ് ചന്ദ്രയാൻ 1, 2, 3 പദ്ധതികൾ ഓർത്ത് വെച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചന്ദ്രയാൻ 1, 2, 3യുടെ ഡേറ്റുകളാണ്.
ഓക്കെ, ഇതേപോലെ തന്നെ ചന്ദ്രയാൻ 3ന്റെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ പേടകമാണ് ഏത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകമാണ് ഏത്? ചന്ദ്രയാൻ 3. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഇന്ത്യയുടെ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നോക്കിയേ, ആദ്യം മംഗളയാൻ, ചൊവ്വ പരിവേഷണമാണ് അതിന്റെ ലക്ഷ്യം. മംഗളയാൻ എന്താ? ചൊവ്വ പരിവേഷണം. ആദിത്യ L1 എന്തിനു വേണ്ടിയിട്ടാ? സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സൗര പരിവേഷണമാണ് അതിന്റെ ലക്ഷ്യം. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ, അപ്പൊ ആദിത്യ L1 സൗര പരിവേഷണം. ഓക്കെ, ഗഗൻയാൻ എന്താ പദ്ധതി? ബഹിരാകാശ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ഗഗൻയാൻ. ഓക്കെ, ആ 3 പദ്ധതി ഒന്ന് മനസ്സിലാക്കി വെച്ചോളണേ. ഓക്കെ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആണ്, അതായത് നമ്മുടെ ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇനിയും ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്സിലെ 2ാമത്തെ ഭാഗം പാഠപുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് മറ്റ് ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതും ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സും ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത്. വരും വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇനി വരുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം. ഓക്കെ, താങ്ക് യു.